Jeddah National Hospital, Macarona Street, Jeddah, Saudi Arabia. നിറവർണ്ണ തീരമോ മായതൻ ലോകമോ പുതുമ നിറയുന്നൊരീ കുടുംബത്തിന്റെ സന്തോഷം ജീവിതത്തിലുടനീളം. റീഗൽ ഡേ ടു ഡേ, ഷറഫിയ, ജിദ്ദ. Assalamu alaikum, sat sri akal, namaskaram and adab. Welcome to another episode of Raga Malhar, which is organized by HNE Live. First of all, आप सबको मेरी तरफ से बहुत 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 शुभकामनाएं for the Gandhi Jayanti. I wish you all a happy Gandhi Jayanti. Of course, we all know हमारे जो father of the nation हैं, he has given us so much to remember and so much. He has sacrificed so much for us. We should always be grateful for him, and that's why we celebrate his birthday as Gandhi Ji Day. And I hope you guys are enjoying. I have an artist for today as usual, and what I would like to tell you about him is that he is a young talent, and also he came to Saudi Arabia only in 2019. He was based in Oman and Qatar for a while, and then he came to Saudi Arabia. Well, he is from Kerala, of course, and today's special because he is going to be talking in his mother tongue, and let's see how it goes. So we have Mr. Shahrshad. Thank you, Shari. You're welcome. എല്ലാ HNE പ്രേക്ഷകർക്കും നമസ്കാരം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച HNE ഭാരവാഹികൾക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. So, Mr. Shahrshad, we would like to get to know more about you. आप अपने बारे में कुछ बताइए. എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഫസ്റ്റ് തന്നെ, കാരണം എൻ്റെ ഹിന്ദി കുറച്ച് വീക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ എൻ്റെ മദർ ടങ്കായ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കേരളത്തിൽ കോഴിക്കോട് എന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ പേര് സർഷാദ്. ചെറുപ്പം മുതലേ എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലുള്ള ഒരുപാട് ഗായകരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം നാട്ടിലെ ഏറ്റവും നല്ല ഗായകനായ ശ്രീ യേശുദാസിനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീ MG ശ്രീകുമാർ, പിന്നെ ശ്രീ മാർക്കോസ്, ശ്രീ വേണുഗോപാൽ, അങ്ങനെ മലയാളത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ തമിഴിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് വിട്ടുപിരിഞ്ഞ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ശ്രീ ബിബിയാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തമിഴിൽ ശ്രീ മനോ എന്ന പാട്ടുകാരനെയാണ്. പിന്നെ അവിടുന്ന് ബോളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഗായകരുണ്ട്. നമുക്ക് ബോളിവുഡിൽ ഇഷ്ടം പോലെ ഗായകരുണ്ട്. ആ ഗായകരുടെയൊക്കെ പേര് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും പഴയകാല ഗായകരുടെ അടുത്ത് ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സംഭാവന അവർ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഗായകനായ ശ്രീ മുഹമ്മദ് റഫി, ശ്രീ കിഷോർ കുമാർ, ശ്രീ മുകേഷ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഗായകനെന്ന് വെച്ചാൽ ശ്രീ മുകേഷാണ്. മുകേഷിൻ്റെ ഗാനമാണ് ഞാൻ എപ്പോഴും ഒരുപാട് സ്ഥലത്ത് പാടാറുള്ളത്. Okay, that was amazing. That's a long list of artists. Thank you so much. But आपने ये नहीं बताया कि आपने singing start कैसे किया? How did you start singing? എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഈ സിംഗിനോട് എനിക്ക് താല്പര്യം തന്നെയാണ്. സ്കൂൾ ലെവലിലും അതുപോലെ ഹൈസ്കൂൾ ലെവലിലും ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. നാട്ടിലെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പാടാറുണ്ടെങ്കിലും കൂടി പിന്നെ പ്രവാസ ജീവിതത്തിലേക്കാണ് വന്നത്. ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അബുദാബിയിലാണ്, ദുബായിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒമാൻ, ഖത്തർ, പിന്നീടാണ് സൗദിയിൽ എത്തിപ്പെട്ടത്. ഈ സൗദിയിലുള്ള ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ HNE ലൈവിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. Thank you so much for coming. आपने आपके आर्टिस्ट के लिस्ट में बताया कि आपको येशुदास सर बहुत पसंद है, तो हम लोग ये शाम let's start with his song. നോ പ്രോബ്ലം. ഫസ്റ്റ് തന്നെ ഞാൻ യേശുദാസ് സാറിൻ്റെ ഒരു തമിഴ് സോങ് ആണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. Okay, let's go for it. അത് ഫസ്റ്റ് തന്നെ പാടാവുന്നതാണ്.
கண்ணே கலைமானே கன்னிமயிலன கண்டேன் உனை நானே. கண்ணே கலைமானே கன்னிமயிலன கண்டேன் உனை நானே. அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனே இதைத்தான் கேட்கிறேன். ராரிராரு ஓராரிரு ராரிராரு ஓராரிரு. கண்ணே கலைமானே கன்னிமயிலன கண்டேன் உனை நானே. ஊமை என்றால் ஒரு வகை அமைதை, ஏழை என்றால் அதிலொரு அமைதை. நீயோ கிளிப்பேடு பண்பாடும் ஆனந்த குயில் பேடு. ஏனோ தெய்வம் சதி செய்தது, வேதை போல விதி செய்தது. கண்ணே கலைமானே கன்னிமயிலன கண்டேன் உனை நானே. அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனே இதைத்தான் கேட்கிறேன். ராரிராரு ஓராரிரு ராரிராரு ஓராரிரு. காதல் கொண்டேன் கனவினை வளர்த்தேன், கண்மணி உனை நான் கருத்தினில் நிறத்தேன். உனக்கே உயிராளே என்னாலும் என நீ மறவாதே. நீ இல்லாமல் எது நிம்மதி, நீதானன் என் சந்நிதி. கண்ணே கலைமானே கன்னிமயிலன கண்டேன் உனை நானே. அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனே இதைத்தான் கேட்கிறேன். ராரிராரு ஓராரிரு ராரிராரு ஓராரிரு ராரிராரு ஓராரிரு ராரிராரு ஓராரிரு. Thank you, Mr. Sharsha. That was amazing. I'm hearing you sing for the first time, by the way. बहुत अच्छा गाया आपने. This was like a lullaby, जैसे कि when a mom is trying to put a baby to sleep, right? It's like that. But how about a romantic number? आप गाते होंगे ना? जी. യേശുദാസ് സാറിൻ്റെ ഒരു പാട്ടുണ്ട് നല്ല, അതൊരു റൊമാൻറ്റിക് സോങ് ആണ്. 1997 ഇറങ്ങിയ അനിത്യപ്രാവ് എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ്. ഓ പ്രിയ എന്ന് തുടങ്ങുന്ന നല്ലൊരു റൊമാൻറ്റിക് സോങ് ആണ്. Okay, that was yes, I know this song. I know this song. बहुत अच्छा सिलेक्शन है आपका वाकई में.
So जब तक ये सॉन्ग ढूंढ रहे हैं मैं बोलती हूँ कि of course my dad is also from Kerala but I don't speak Malayalam but I can understand what he's saying. So I'm going to speak in my mother tongue and he's going to speak in his mother tongue. This is going to be amazing. I think it's going to be a really great episode for me. अगर आपको ट्रैक नहीं भी मिल रहा है तो आप ऐसे भी गा सकते, कोई बात नहीं. मिस्टर शरशाद, ये दो फोन्स रखने का क्या आइडिया है? एक रिकॉर्डिंग करने का, एक दूसरा भी करने का. ഒന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് യൂസ് ചെയ്യാൻ. അതാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് ചെറിയൊരു. That's okay. I mean, we have a lot of time. Okay. So we have our song now. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ പ്രാണനിലുണരും ഗാനം, അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരടങ്ങി നിറമിഴി ഹിമകണമായലിയുകയാണീ വിരഹം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം. ജന്മങ്ങളാ പുണ്യോദയങ്ങളാ കൈവന്ന നാളുകൾ കണ്ണീരുമാ കാണാക്കിനാക്കളാ നീ തന്നൊരാശകൾ തിരതല്ലുമേതു കടലായി ഞാൻ തിരയുന്നതേതു ചിറകായി ഞാൻ പ്രാണന്റെ നോവിൽ വിട പറയും കിളിമകനായി എങ്ങു പോയി നീ. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം. വർണ്ണങ്ങളാ പുഷ്പോത്സവങ്ങളാ നീ എൻ്റെ വാടിയിൽ
സംഗീതമാ സ്വപ്നാടനങ്ങളിൽ നീ എൻ്റെ ജീവനിൽ അലയുന്നതേതു മുകിലായി ഞാൻ അണയുന്നതേതു തിരിയായി ഞാൻ ഏകാന്തരാവിൽ കനലെരിയും കഥ തുടരാൻ എങ്ങു പോയി നീ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം ഓ പ്രിയേ പ്രാണനിലുണരും ഗാനം അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരടകെ നിറമിഴിയിൽ ഹിമകണമാലിയുകയാണീ വിരഹം ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം. That was wonderful. Thank you so much, Arshad. It was amazing. आपने बहुत बहुत अच्छा गाया. Thank you. वैसे तो I don't really understand मलयालम, मगर आपने जिस तरह से गाया है वो बहुत बहुत अच्छा था. And आपने ये जिक्र किया है कि आपके दूसरे जो आर्टिस्ट है जिससे आप इंस्पायर हुए हो वो है SP sir. So do you have a song prepared for by SP sir? Yes. Because I mean it's a really sad news that we have him gone, but he is always going to be there in our hearts, and his songs were amazing. I mean I love listening to SP sir, and my dad sings a lot of SP sir too. So आपके पास तो होगा ही कुछ prepared for SP sir? Yes. SP sir നമ്മളോട് ഒരുപാട് നമ്മളോട് വിട്ടുപിരിഞ്ഞ SP സാറിൻ്റെ നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് തമിഴിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജിലും നമുക്ക് SP സാറ് പാട്ടുകൾ തന്നിട്ടുണ്ട്. ഞാനൊരു തമിഴ് ഗാനമാണ് അദ്ദേഹത്തിൻ്റെത് ആലപിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് അത് കേൾപ്പിച്ചു. Sure. കേളടി കൺമണി പാടുകൻ സംഗതി നീതയെ കേൾപ്പതാൽ നെഞ്ചിലോ നിമ്മതി നാൾ മുഴുതും பார்வையில் நான் எழுதும் போர்க்கதையை உனக்கென்ன நான் போடு கேளடி கண்மணி பாடுகன் சங்கதி நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி. എന്നാലും താനേ താൻ இருந்தாவது பிறக்காத நான் பாடும் திரை பாடல்தான். இந்நாளில் தானே நான் இசைத்தேனம்மா எனக்காக நான் பாடும் முதல் பாடல்தான். காணல் நீரா தீராததாம் கங்கை நீரா தீர்ந்ததடி நான் போட்ட பூமாலை மனம் சேர்க்கவில்லை நீதானே எனக்காக மனம் பூத்த முல்லை. கேளடி கண்மணி
பாடுகன் சங்கதி நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி. நீங்காத பாரம் என் நெஞ்சோடு தான் நான் தேடும் சுமை தாங்கி நீ அல்லவா. நான் பாடும் நேரம் உன்மாரோடு நான் நீ என்னை தாராட்டும் தாயல்லவா. ஏதோ ஏதோ ஆனந்தராகம் உன்னால் தானே உண்டானது. கால் போன பாதைகள் நான் போன போது கை சேர்த்து நீதானே மெய் சேர்த்த மாது. கேளடி கண்மணி பாடுகன் சங்கதி நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி. நாள் முழுதும் பார்வையில் நான் எழுதும் போர் கதையை உனக்கென்ன நான் கூட. கேளடி கண்மணி பாடுகன் சங்கதி நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி. वाह 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 मिस्टर शहरजाद, आपने बहुत अच्छा गाया है. मिस्टर शहरशाद, ये दिस इज अ फैक्ट दैट ये सुधार सर ने बहुत सारे सेमी क्लासिकल गाने गाए हैं. हैव यू एवर ट्राइड सिंगिंग देम? ഓക്കെ. ഞാൻ ഇതിനു മുമ്പ് ദാസേട്ടൻ്റെ യേശുദാസ് സാറിൻ്റെ നല്ലൊരു പാട്ട് 1992 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് സർഗം എന്ന്. അതിലെ സംഗീതമേ എന്ന് തുടങ്ങുന്ന ഒരു സെമി ക്ലാസിക്കൽ സോങ് ഉണ്ട്. അത് ഒരുപാട് നല്ല 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 ഒരുപാട് ഗായകന്മാർ This song was very famous also, so I know this song. കുറച്ച് നല്ലൊരു സെമി ക്ലാസിക്കലാണ്. അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുടെയും പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം. Let's go for it. Yeah, thank you. संगीतमे अमर सल्लापमे संगीतमे अमर सल्लापमे मण्णिनु विन्निन्ने वरदानमे वेदनये पोलुम वेदान्तमाकुन्न नादानुसन्धान कैवल्यमे संगीतमे अमर सल्लापमे ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും
ആയിരമിതളുള്ള താമരയിൽ ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ രചനാചതുരൻ ചതുർമുഖനുണർന്നു രചനാചതുരൻ ചതുർമുഖനുണർന്നു സർഗം തുടർന്നു കരയിലൊരു സ്വർഗം വിടർന്നു മധുരമധു നിതില സുമ നളിനതല കഥനകര മൃദുലധര ഹൃദയ സദനലതികയണിഞ്ഞു സംഗീതമേ അമര സല്ലാപമേ ഓംകാരനാദത്തിൻ നിർവൃത്തി പുൽകിയ മാധവ മാനസമഞ്ജരിയിൽ ഓംകാരനാദത്തിൻ നിർവൃത്തി പുൽകിയ മാധവ മാനസമഞ്ജരിയിൽ മുരളീലോലൻ മുരഹരനുണർന്നു മുരളീലോലൻ മുരഹരനുണർന്നു സർഗം തുടർന്നു കരയിലൊരു സ്വർഗം വിടർന്നു മധുരമധു നിതില സുമ നളിനതല കഥനകര മൃദുലധര ഹൃദയ സദനലതികയണിഞ്ഞു സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ സാന്നിധ പദനി സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ സാന്നിധ പദനി സംഗീതമേ ദപമഗനി ദപമ സനി ദപഗരി മഗരി സാനി പദനി സംഗീതമേ ഗരി മഗരി സരി സഗമ പദനി സംഗീതമേ അമര സല്ലാപമേ സിദ്ധിക സരിഗ സരി നി ഗരി ഗരി സരി സനി നി സനി ദപ ഗമ പദനി സ పదమ పదని గరి గదని సా దపని దని ని సా గరి సని సా మగరి సరిగా రిగ మగరి ని ధని సరి సని దసని దపమ పని సప మగ గమ మప పద ధని ని సరి రిగ గమ రిగ గరి రి సని సని సంగ సని సగరి రి సని ద సరి సని దపమ పని సదపమ గ గ పని దపమ పదని సరి గ సారి సని గరి సని స రి సని 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 దపద గరి స గరి సని దరి సని రి స ని దప సని ద సని దపమ గమ పద ప మ పదని స పదని సని గమ పద గమ పద ప మ పదని మ ప దని స పదని స పద ని సరి గరి సని స రి సని 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 దపద పదని స పదని సరి ని సరి గ గరి సని సరి సని దప గమ పదని సంగీతమే అమర సల్లాపమే సంగీతమే అమర సల్లాపమే That was amazing. आपने इतना डिफिकल्ट गाना चूज किया है सेमी क्लासिकल के लिए. How much did you practice this song? आपने कितना practice किया ये गाना? എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഈ പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. But it was amazing. I mean, I don't think anyone could, without practice sing this song. And of course, it's semi-classical, तो उसमें तो बहुत practice भी लगता है.
It was amazing. But let's go on to the ghazal genre, because you know I enjoy ghazals. And आपका क्या opinion है ghazal के बारे में? आप गाते हो? ഗസല് ഒരുപാട് മലയാളത്തിലും അതുപോലെ എല്ലാ ലാംഗ്വേജിലും ഗസലുണ്ട്. പക്ഷെ जी ഹിന്ദിയിലെ ഗസലാണ് ഒന്നും കൂടി ബെറ്റർ. പക്ഷെ ഹിന്ദി കുറച്ച് വീക്കായതിനെ കൊണ്ട് ഞാൻ മലയാളം തന്നെ ഒരുപാട് ഇതാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മലയാളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് നല്ല ഗായകർ വന്നിട്ട് ഒരുപാട് നല്ല നല്ല ഗസൽ പാടുന്നുണ്ട്. അപ്പോൾ അതിലൊരു പാട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് ഫേമസ് ആയ റാസ ബീഗം എന്ന് പറയുന്ന ഒരു yes yes I've ഗസൽ heard. ആളുണ്ട്. അപ്പോൾ അവരുടെ ഒരു പാട്ടാണ് ഞാനിവിടെ പാടുന്നത്. Sure, go ahead please. താങ്ക് യു. I think by the end of this episode I will learn Malayalam. മഴച്ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർ കാറ്റ് പോലെ ചാരെ വന്നോളേ എന്റെ ചാരെ വന്നോളേ മഴച്ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർ കാറ്റ് പോലെ ചാരെ വന്നോളേ എന്റെ ചാരെ വന്നോളേ. മെയ്യിലത്തറ് പൂശിയണയും ഇളവയിൽ തുമ്പി കരള് പറയണ കാവ്യമെന്തിനു ചൊല്ലുവാൻ വെമ്പി കദളി വാഴ കയ്യിലാടണ ചെറുമണി കുരുവി കണ്ണ് നിറയണ കാവ്യമെന്തിനു നീ എനിക്കേകി എന്റെ നീലാകാശമാകെ നീ പറന്നോളൂ എന്റെ നീലാകാശമാകെ നീ പറന്നോളൂ എന്റെ നെഞ്ചിൽ മുഞ്ചു കൂടിയ കൂട് വച്ചോളൂ എന്റെ നെഞ്ചിൽ മുഞ്ചു കൂടിയ കൂട് വച്ചോളൂ മഴച്ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർ കാറ്റ് പോലെ ചാരെ വന്നോളേ എന്റെ ചാരെ വന്നോളേ. കാത്തിരുന്ന് കുഴഞ്ഞു പോയത് നീയറിഞ്ഞില്ലേ കാലമേറെ കഴിഞ്ഞു പോയതും നിന്നെ ഓർത്തല്ലേ ഏറെ നാളായി ഞാൻ കൊതിപ്പൂ നീ വരുകില്ലേ കണ്ണുനീരിൻ തോണിയുണ്ടി ഞാൻ തളർന്നില്ലേ ഞാൻ നിനക്ക്
ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർ കാറ്റ് പോലെ ചാരെ വന്നോളേ എന്റെ ചാരെ വന്നോളേ മഴക്കാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ തെരുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർ കാറ്റ് പോലെ ചാരെ വന്നോളേ എന്റെ ചാരെ വന്നോളേ. Thank you. That was really nice. Mr. Shahzad, ऐसे लगा कि this song is not so easy to sing, but then you sang it so well. It was really nice. Thank you. Okay, how about we go with a fast number? ഫസ്റ്റ് നമ്പർ Because अभी तक आप जितने songs गाए हो, they were going slow. But what about a fast number? ഫസ്റ്റ് നമ്പർ ഞാനൊരു റഫി സാബിന്റെ ഒരു പാട്ട് പാടാം. Okay. സാബിന്റെ വളരെ നല്ല ഒരു പാട്ടാണ് മുझे इश्क हो तो जीते എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അതൊന്ന് പാടാൻ വേണ്ടി ട്രൈ ചെയ്യാം. റഫി मुझे इश्क है तुझी से मेरी जान जिंदगानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क है तुझी से मेरी जान जिंदगानी तेरे पास मेरा दिल है मेरी प्यार की निशानी मुझे इश्क है तुझी से मेरी जिंदगी में तू है मेरे पास क्या कमी है जिसे हम नहीं फिजा का वो बहार तू नदी है मेरी जिंदगी में तू है मेरे पास क्या कमी है जिसे गम नहीं फिजा का वो बहार तू नदी है मेरे हाल पे हुई है तेरी खास मेहरबानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क है तुझी से निगाहें मुझे बेखुदी की राह ये हसीन लब नशी है ये झुकी झुकी निगाहें तेरे हुस्न ने दिखाई मुझे बेखुदी की राहें ये हसीन लब नशी है ये झुकी झुकी निगाहें तेरी जुल्फ से उठे हैं ये कटाओ की जवानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क है तुझी से मेरी जान जिंदगानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क
मिस्टर शाहजाद, आप तो ऐसे ही बोल रहे हो कि आपकी हिंदी अच्छी नहीं है, कि आपको हिंदी अच्छा आता नहीं। मुझे तो यकीन ही नहीं हो रहा कि आपको हिंदी आता ही नहीं है। It was really nice, by the way. പാടുന്ന സമയത്ത് സിംഗിങ് ടൈം ഇറ്റ്സ് കമ്മിങ് വെരി It's വെൽ. different. Yeah, I understand. How about Mukesh sir? Because Yeah. you told कि Bollywood में you like singing his songs and you're inspired by him. യെസ്, മുകേഷിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹിന്ദിയിൽ ഇഷ്ടം. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. ശ്രീ മുകേഷ് സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേരനാം ജോക്കർ എന്ന സിനിമയിലെ ഒരു നല്ലൊരു ഗാനമുണ്ട്. Alright. അത് രാജ് കപൂർ സാർ അഭിനയിച്ച നല്ലൊരു സിനിമയാണ്. അപ്പോൾ അതിലെ മുകേഷിനെ നല്ലൊരു ഹിറ്റ്, ശ്രീ മുകേഷ് സാറിനെ ഹിറ്റാക്കിയ നല്ലൊരു പാട്ടാണത്. അപ്പോൾ അത് ഞാനിവിടെ നിന്ന് പാടാൻ ട്രൈ ചെയ്യാം. മേരനാം ജോക്കർ എന്ന ചിത്രത്തിലെ ജിനായഹ മർണയഹ എന്നൊരു ഗാനം. Okay. जीना यहाँ मरना यहाँ, इसके सिवा जाना कहाँ। जीना यहाँ मरना यहाँ, इसके सिवा जाना कहाँ। जीता है जब हमको आवाज दो, हम हैं वही हम हैं जहाँ। अपनी यही दोनों जहाँ, इसके सिवा जाना कहाँ। ये मेरगी जीवन संगी, कल भी कोई दोहराएगा। ये मेरगी जीवन संगी, कल भी कोई दोहराएगा। जब तो फसाने पहलू पिया, रूप बदल फिर आएगा। स्वर्ग यही नर्क यहाँ, इसके सिवा जाना कहाँ। जीता है जब हमको आवाज दो, हम हैं वही हम हैं जहाँ। अपनी यही दोनों जहाँ, इसके सिवा जाना कहाँ। कल केल में हम हो न हो, दर्द इश्क गाए रहेंगे सदा। कल केल में हम हो न हो, दर्द इश्क गाए रहेंगे सदा। भूलोगे तुम भूलेंगे वो, पर हम तुम्हारे रहेंगे सदा। रहेंगे कहीं अपनी निशान, इसके सिवा जाना कहाँ। जीता है जब हमको आवाज दो, हम हैं वही हम हैं जहाँ। अपनी यही दोनों जहाँ, इसके सिवा जाना कहाँ। जीना यहाँ मरना यहाँ, इसके सिवा जाना कहाँ।
मरना यहाँ। बहुत अच्छा सिलेक्शन है सर आपका। हमारे व्यूअर्स को बताइए आपकी फैमिली के बारे में, बिकॉज वी यूजली आस्क दिस। कैन आपने बताया नहीं है आपकी फैमिली के बारे में? ഈ നാട്ടിലുള്ളത് ഒരു ഫാദർ മദർ, പിന്നെ അതുപോലെ 2 സിസ്റ്റേഴ്സ് ആൻഡ് 1 ബ്രദർ. അപ്പം അവരെല്ലാവരും നാട്ടിലാണ്. പിന്നെ വൈഫുണ്ട്, ചിൽഡ്രൻ. Oh, you're married. Yeah, I'm married. And You have a daughter. No, I have a boy. Okay, Son. what's your son's name? Son's name Ehsan, മുഹമ്മദ് എഹ്സാൻ. വൈഫിന്റെ പേര് ഷജുല എന്നാണ്. Very Then, unique name because I've never heard name Sharshad. आपको मतलब पता है शरशाद का? Sharshad मतलब no, that's no meaning. Okay. I'm really sorry because my brother name Arshad. He Oh. have meaning, but I don't have a meaning, no. Okay. Because in India, before in India there is one king. His name Sharsha. All right. I heard also that name, but Okay. I'm checking all dictionary and everything and Google everywhere, but I didn't get the meaning. My name is very bad, you know. No, but Sometimes, yes. सुनने में अच्छा लगता है शरशाद. Maybe it, must be related to some king. Yeah. only. I saw sometimes that lady. Yeah. I saw her and I tell her, you making bad name for me. But my brother have good name and 2 sisters has also good name. Oh. She's name Naushira and Nusrat also. So they are watching you? Yeah, they're watching. That's I send out the amazing. link, yes. Would you like to tell them something? Yeah, they're അവരെ ഹായ്, ഫസ്റ്റ് ഒരു ഹായ്. എല്ലാവരും കാണുന്നുണ്ട് എനിക്കറിയാം. അവരോടും സലാം. നാട്ടിലെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു. ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടേ ഉള്ളൂ, എല്ലാവരോടും സംസാരിച്ചിരുന്നു. എല്ലാവരും ഈ വ്യൂവേഴ്സും അല്ലാത്തത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാ ലിങ്കും പരമാവധി ഷെയർ ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇത് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലുള്ള ഒരു HNE എന്ന് പറയുന്ന ചാനലിൽ ഒരു അവസരം കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യും. പിന്നെ വൈഫിന്റെ പേര് ഷജുല എന്നാണ്. Okay. മകന്റെ പേര് മുഹമ്മദ് എഹ്സാൻ എന്നാണ്. That's a beautiful name. മദർ വീട്ടിലെ മദർ ഹൗസ് വൈഫാണ്. Okay. Who are you more closest to? Your family? Mother, no. Your Everybody mom. have like Of course. mother. I have also. Yes. So would you like to dedicate a song to her? Yes. I want to. She's watching as well? Yes. That's amazing. ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നിനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നിനച്ചു. എനിക്കു തരാൻ ഇനിയുണ്ടോ കൂടുകൂടെ ചിരിക്കുന്ന പൊൻപാമ്പ? വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂകുന്ന തൂവെണ്ണ? എനിക്കെന്റെ ബാല്യമിനി വേണം, എനിക്കെന്റെ സ്നേഹമിനി വേണം. അലയേണമീ ചിറകിൽ എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളാ
കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നിനച്ചു. പകൽ മഴയിൽ നനയുന്നു പരലായി തുടിക്കുന്നൊരിള മനസ്സ് തുഴയാതെ തുഴയുന്നു വാത്സല്യ കടലിലെ പൂങ്കൊതുമ്പ്. ഇനി എന്തു വേണമറിയില്ലല്ലോ, ഇനി എന്ത് മോഹമറിയില്ലല്ലോ, വെറുതെ പറന്നു പോയി നിനത് എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നിനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു കാരാട്ടി എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നിനച്ചു, എത്ര രാവിൽ ഞാൻ നിനച്ചു. താങ്ക് യു. I hope your mom enjoyed it if she's watching it. Yeah, she's also watching. That's really nice. So, okay, you're closest to your mom in family, but what about your love life? Would you like to tell us about it? After 2008, my marriage finished. I like my wife. No, everybody like wife. Every man have like wife. എല്ലാവർക്കും ഇഷ്ടം അവരുടെ വൈഫിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ വൈഫിനോടാണ് പ്രിയം. അതുകൊണ്ട് Okay, when did you get married? 2008. yeah, 2008 I love, and 2010 Oh, that's really nice. love marriage. That's really nice. Yes, Okay, so after how many years did you have your baby? After 1 year. No? That's really now nice. now he have 9 years old. Inshallah, 9 years big old. boy. Yeah, he's same for me. So they and all also- are in India? Yeah, so fat also. He's now 55 kg, because Oh. yeah, he's every time he's eating and everything. Same for me. Yeah, very fat. That's okay. As long as they're healthy, it's fine, you know. So you have a song for both of them, or Both just of them, and wife for dedicated my wife also. okay? But because maybe if I go there, she is too much angry, you know. Oh that's yes. Okay, I'll sing one song for. This is all Malayalam. No? It's every HNE every എല്ലാ പ്രേക്ഷകരും എന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ മലയാളത്തിൽ മാത്രമാണ് അധികം പാടുന്നത്. കുറച്ചാണ്, അതുകൊണ്ട് സോറി ഫോർ ദാറ്റ്. No, it is amazing. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ.
തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണ് ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണ് ഭാര്യ. എണ്ണിയ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. Wow, that was amazing. Thank you, I thank hope you. she liked it. She's watching you, right? Yeah, she's watching now. I already sent the link, and I want to tell her something for you. Share the link, share the link everywhere, your friends and groups and everywhere. Okay, don't forget. Okay? If you don't do, I'm very angry. Thank you so much. Thank Yeah, you so much. welcome. You are really, really kind. Yeah, and I love you also. My son also. Both of you, I very love them. Thank you. Mr. Sharshad, Yes. आप बता रहे थे कि you're not singing a lot of Hindi songs, Yeah, I am very single. but I know from someone that you like Pankaj Udas ki gaane, right? Yes, You yes. like his songs. Yes, So yes. do you have a song for Yeah, him, yes, yes. of his? Yeah, he's എല്ലാ പ്രവാസികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ചിട്ടിയായി എന്നത്. അദ്ദേഹം ഒരുപാട് ഗസൽ സന്ധ്യകളിലും ലോകത്തിൽ ഒന്നാകെ ഗസലിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ സിനിമ വെർഷനാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ നാട്ടിൽ എല്ലാവരും പാടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മാതിരി പാടാൻ ഒരാൾക്കും കഴിയില്ല, പങ്കജുദാസ് സാറിൻ്റെ മാതിരി. സാർ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തന്നു. एक अडीपोली song. അടിപൊളി സോങ് മീൻസ് അദ്ദേഹത്തിന്റെ ചിട്ടിയായി എന്ന ഗാനം ഒന്ന് Sure, ട്രൈ go ചെയ്യാം. കാരണം അത് അത്ര അങ്ങോട്ട് വൃത്തിയാവില്ല.
അടിപൊളി പാട്ട് എല്ലാ വ്യൂവേഴ്സും ക്ഷമിക്കണം. അടിപൊളി പാട്ട് ഞാനിത് കഴിഞ്ഞിട്ട് നല്ലൊരു ഒരു മലയാളം സോങ് അടിപൊളി പാട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ചിട്ടിയായി ശ്രമിക്കുകയാണ്. എല്ലാവരും എൻ്റെ പ്രൊണൗൺസിയേഷനായ ഹിന്ദി ഒന്ന് ബാഡാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പക്ഷെ എല്ലാവരും ഈ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാരണം ഈ ചാനലിനോട് ഒരുപാട് കടപ്പാടുണ്ട്. അപ്പം കമൻറ്റ് ചെയ്യണം, നല്ല നല്ല രീതിയിലുള്ള കമൻറ്റ്. മോശമാണെങ്കിലും മോശവും ചെയ്യണം, എന്നാലും കമൻറ്റ് ചെയ്യല്ലോ. ആ ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം താങ്ക് യു ഫോർ എവ്രി വൺ. ഞാൻ ഈ ചിട്ടിയായി എന്ന ഗാനം ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, ഫോർ യു ഓൾസോ. ഓക്കെ, താങ്ക് യു. चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है, चिट्ठी आई है, आई है चिट्ठी आई है। बड़े दिनों के बाद हम बेवतनों को याद, बड़े दिनों के बाद हम बेवतनों को याद, बदन की मिट्टी आई है, चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है, वतन से चिट्ठी आई है। ऊपर मेरा नाम लिखा है, अंदर ये पैगाम लिखा है, वो परदेस को जाने वाले लौट के फिर ना आने वाले। सात समंदर पार गया तू, हमको जिंदा मार गया तू, खून के रिश्ते तोड़ गया तू, आँखों में आंसू छोड़ गया तू। कम गाते हैं कम सोते हैं, बहुत ज्यादा हम रोते हैं। चिट्ठी आई है चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है, वतन से चिट्ठी आई है। सूरी हो गई शहर की गलियां, कांटे बन गई बाप की गलियां, कहते हैं सावन के झूले, भूल गया तू हम नहीं भूले, तेरे बिन जब आई दिवाली, दीप नहीं दिल जले वाली, तेरे बिन जब आई होली, पिचकारी से छोटी गोली, पल पल सोना भनकट सोना, दर शमशान का बनाना मुना, फसल कटी आई बैसाखी, तेरा आना रह गया बाकी। चिट्ठी आई है चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है, वतन से चिट्ठी आई है।
हुआ ये चैन दी अब तो डोली में जब बैठी बहना रास्ता देख रहे थे नैना मैं तो बापू मेरा क्या है तेरी माँ का हाल बुरा तेरी बीवी करती है सेवा सूरत से लगती है बेवा तूने पैसा बहुत कमाया इस पैसे ने देश छुड़ाया देश पराया छोड़ के आजा पंछी पिंजरा छोड़ के आजा देश पराया छोड़ के आजा पंछी पिंजरा तोड़ के आजा आजा उम्र बहुत है छोटी अपने घर में भी है रोटी चिट्ठी आई है चिट्ठी आई है चिट्ठी आई है बड़े दिनों के बाद हम बेवतनों को याद वतन की मिट्टी आई है चिट्ठी 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 आई है वतन से चिट्ठी आई है चिट्ठी आई है चिट्ठी आई है चिट्ठी आई है मिट्टी आई है चिट्ठी आई है चिट्ठी आई है चिट्ठी आई है वतन से चिट्ठी थैंक यू Very nice selection of the song. आज तो है भी गांधी जयंती डे. Beautiful song, you know, वतन की याद दिला दिया आपने. चिट्टिया ये गाना थोड़ा मुश्किल है. Maybe viewers have some apologies first. No, definitely it was good. It was so good. But now you have promised us an Adipoli song. No problem. I will do Adipoli song. This may be last song. Yeah, we have come to the end of the show, but we will see you next time, next Friday, same time, same place with another artist. But I would like to thank you for coming here, sir. Yeah, you're welcome. Thank you very much. ഈ ഈ ചാനലും അതുപോലെ തന്നെ എല്ലാവരും എല്ലാ വീക്കിലും ഈ ചാനൽ കാണാൻ ശ്രമിക്കുക. കാരണം വളരെ നല്ല ഒരു എവറിഡേ ചാനലുണ്ട്. പക്ഷേ ഈ ഒരു പരിപാടി ഈ പാട്ടിൻ്റെ ഒരു പരിപാടി നല്ല വീക്കിലി 1 ടൈമാണ്. ലൈവ് പ്രോഗ്രാമാണ്. നല്ല അടിപൊളി ചാനലാണ്. നല്ല സപ്പോർട്ടിംഗ് ആണ് ഇവർ തരുന്നത് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു മലയാളം നല്ലൊരു അടിച്ചുപൊളി സോങ് പാടിയിട്ട് നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? You want to say anything for our viewers? Thank you so much for watching us. പുറത്തൊരോലക്കുട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തെരകളല്ല ചമ്മാനം വാഴണ തൊറയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ ഉപ്പര് പോണതാണേ അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് മരനീരും മുന്തി നടക്കണ ചമ്മാനത്തെ പൊന്നരയൻ മരനീരും മുന്തി നടക്കണ ചമ്മാനത്തെ പൊന്നരയൻ നീട്ടി തുപ്പിയതാണേലും പുറമണലെല്ലാം പൊന്നാകുടെ മാനത്തെ പൂന്തുറയൻ
വല വീശണ കാണൂലേ വാനത്തെ പൂന്തുറയിൽ വല വീശണ കാണൂലേ വല പേശി നിറയ്ക്കണ കുടലി മീനാണെങ്കി പിടയ്ക്കൂലേ മീനാണെങ്കി പിടയ്ക്കൂലേ അന്തിക്കടപ്പുറത്തോരോല കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല വരുന്നല്ല തേരകളല്ല ചെമ്മാനം വാഴണ തൊറയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ കടലിനക്കരെ എഴിലം പലയിലായിരം മുട്ടു വിരിയൂലേ ആയിരം മുട്ടിലൊരഞ്ഞായി തേരുന്ന നോമന വണ്ടു മുരടൂലേ കടലിനക്കരെ എഴിലം പലയിലായിരം മുട്ടു വിരിയൂലേ ആയിരം മുട്ടിലൊരഞ്ഞായി തേരുന്ന നോമന വണ്ടു മുരടൂലേ അക്കരെ ഇക്കരെ ഒടിയൊഴുകുന്നൊരോടി വെള്ളം ഒരുങ്ങൂലേ മിന്നും പലയിലെ ചിപ്പിയിൽ തിരി മുത്തുകിടന്നു തിളങ്ങൂലേ അക്കരെ ഇക്കരെ ഒടിയൊഴുകുന്നൊരോടി വെള്ളം ഒരുങ്ങൂലേ മിന്നും പലയിലെ ചിപ്പിയിൽ തിരി മുത്തുകിടന്നു തിളങ്ങൂലേ മുത്തുകിടന്നു തിളങ്ങൂലേ മുത്തുകിടന്നു തിളങ്ങൂലേ അന്തിക്കടപ്പുറത്തോരോലക്കുടയെടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല വരുന്നല്ല തെരകളല്ല ചെമ്മാനം വാഴണ തൊറയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ താരിത്തക്കിടി നാക്കിടി മുക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകൾ അക്കൊരു കൊച്ചു പിടാത്തുമുദിച്ചു കണ്ടു കെട്ടിക്കല വില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴങ്ങും നേരം സാഗര വന്ന കണക്കു മണപ്പുറം ആകത്തുമികിട ദുരിതത്തെ താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ നിന്നു കണക്കൊരു മുത്തുകിടാത്തുമുദിച്ചു വരുന്നത് കണ്ടു മലർക്കൊടി തട്ടിക്കല വില കൂട്ടണ താളത്തുമ്പികളായി വിളിക്ക് പറയ ചണ്ടകലറിത്തരികിട മേളമടിച്ചു മുഴങ്ങും നേരം സാഗര വന്ന കണക്കു മണപ്പുറമാകത്തുമികിട ദുരിതത്തെ ഞാനും കണ്ടേ ഞാനും കേട്ടേ അവനവനിന്നു കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പിളി വെള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങിയ നമ്പയ കമ്പടി കൂടാനത്തിലും വിത്തിലും ആടം മാനത്തോണികൾ ഒഴുകി തുള്ളിയുറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തിമികിട ദുരിതത്തെ തുറകളിൽ ഇന്നൊരു തുളുതുടി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളുടെ ഇടയിളകി കുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലപ്പോ തെക്കിളി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുളുതുടി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളുടെ ഇടയിളകി കുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലപ്പോ തെക്കിളി നല്ലത് പാടി കണ്ടട് വലയട് പറയട് വടമടി മൊഴികളിൽ അലയുടെ തകിലടി മുറുകി കണ്ടട് വലയട് പറയട് വടമടി മൊഴികളിൽ അലയുടെ തകിലടി മുറുകി കരികിടത് മൃതത്തെ താകിടത് മൃതത്തെ ദിമികിടത് മൃതത്തെ. Thank you. Wow, that was amazing. This was actually an Adipoli song. That was so good. It's in Malayalam. No, Malayalam there is a little bit only Adipoli song, but this one for selecting one song. This is a really good selection, by the way. But thank you so much, sir, for coming here. Yeah, welcome, and thank you for the HNE channel and everybody, because I like and എല്ലാവരും ഇത് നല്ല എപ്പോഴും കാണണം, എല്ലാ ദിവസവും എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാലും വേറെ പരിപാടി ഉണ്ട്. അപ്പോൾ ഈ HNE ലൈവ് ചാനൽ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഷെറിൻ എന്താ പറയാനുള്ളത്? Thank you so much, viewers, for watching us. I hope you enjoyed. I think आज बहुत Kerala special था, तो I hope you guys enjoyed. See you next time, same place, same time. Bye bye. Signing off. Thank you.